ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നില്ലേ? ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനടുക്കെ വരും എന്നൊക്കെ പുള്ളി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയും ഒരെണ്ണം പോലും വരാൻ പോകുന്നില്ല. നീ ഇത് പറയും, പക്ഷേ ഇവരുടെ ഹൃദയം തടിച്ചിരിക്കുക, മനസ്സ് തടിച്ചിരിക്കുക. ദ ഹാർട്ട് ഹാസ് ബിക്കം ഫാറ്റ്. ഇന്ത്യയിൽ ഒരു ചൊല്ലുണ്ട്, അത് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഹൃദയമേ ചർബി ഹേ എന്നാണ്, കൊഴുപ്പ് നിറഞ്ഞിരിക്കുക. എന്നാലേ യെശയ്യാവ് ചെന്നിട്ട് ഭൗമികമായിരിക്കുന്ന ഒരു ദൂത് പറഞ്ഞാലോ, 6-ാം മാസം 3-ാം തീയതി നിൻ്റെ പേപ്പർ നീങ്ങുന്നുണ്ട്, നീ ഖത്തറിൽ നിന്ന് അയർലൻഡിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഇപ്പോഴുള്ള വീട് അത് അടച്ചിട്ടിരിക്കുന്നത് കാണുന്നു. ഓ, അത് കയറും, അതകത്ത് പോവും, അതിനൊരു തടസ്സമില്ല പോകാൻ. പക്ഷേ യഷ്യാവിൻ്റെ മെസ്സേജ് എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്നറിയോ? കാരണം പുള്ളി വന്ന് പറയാൻ പോകുന്നത് എന്തറിയോ? വിശുദ്ധിയുടെ ദൂത്. ദൈവം പരിശുദ്ധനാണെന്ന് പറയും, മാനസാന്തരപ്പെടാൻ പറയും, പാപത്തെക്കുറിച്ച് പറയും, പാപപരിഹാരത്തെക്കുറിച്ച് പറയും, യേശുവിനെക്കുറിച്ച് പറയും. അത് വേണ്ട, അത് വേണ്ട. സ്തോത്രം. അന്നത്തെ കള്ളപ്രവാചകന്മാർ പറയുന്ന ദൂതുകളും പ്രസംഗവും ഒക്കെ ഭയങ്കര ഹിറ്റാ. മാനസാന്തരത്തിൻ്റെ ദൂതോ വേണ്ട. എന്താ കാര്യം? ചെവിയുടെ പ്രശ്നമല്ല ഇത്, കണ്ണിൻ്റെയും പ്രശ്നമല്ല ഇത്. പ്രശ്നം ഹൃദയത്തിൻ്റെതാ. ദ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. ഇത് സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്. ആ വിത്തുകളുടെ ഉപമ പറയുമ്പോൾ അല്ലേ, 4 നിലത്തെ ഉപമ പറയുമ്പോഴും പറയുന്നുണ്ട് അവിടെ കാര്യം. എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? ബിക്കോസ് ഓഫ് ദി ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. അതുകൊണ്ടാണ് യേശു ഉപമ പറഞ്ഞു തുടങ്ങിയത് പോലും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശു ഉപമ പറഞ്ഞത് ആൾക്കാർക്ക് ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ല, മത്തായി 13 ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് യേശു ഉപമ പറഞ്ഞത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ ഗ്രഹിക്കരുത്. അതായത് വിത്തും നിലവും എന്നൊക്കെ മനസ്സിലാകും, പക്ഷെ ഇതിൻ്റെ അകത്തുള്ള കാര്യം മനസ്സിലാവത്തില്ല. എന്താ കാര്യം? വിൽഫുള്ളി റിജക്റ്റിങ് ഇറ്റ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ആ ഹൃദയം ഒന്ന് നോക്കിക്കേ. ഞാനിത് വായിച്ചപ്പോൾ ഒരു പാസ്റ്ററിന് വേണ്ട ഒരു ഹൃദയമാണത്. നോക്കിക്കേ, 11-ാമത്തെ വാക്യം. കർത്താവെ, എത്രത്തോളം